ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ സബ്ജക്റ്റ് പൊങ്ങാണ് കേട്ടോ. പൊങ്ങ് നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവുമല്ലോ. പൊങ്ങ് കിട്ടിയാൽ കളയരുത്, അത് നമ്മൾ കഴിക്കണം. അത്രയും ഗുണങ്ങളുണ്ട് പൊങ്ങിൽ. അപ്പോൾ എങ്ങനെയാണ് ഈ പൊങ്ങ് ഉണ്ടാവണേ നമുക്ക് നോക്കാം. ഇപ്പം ഇവിടെ ഒരു തേങ്ങ മുളച്ച് നിൽക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് കാണിക്കാനായിട്ടാണ്. ഇത് നമ്മുടെ തെങ്ങിൽ നിന്ന് നല്ലപോലെ മൂത്ത് വിളഞ്ഞ തേങ്ങ ഒരെണ്ണം പൊഴിഞ്ഞു വീണ് അതിവിടെ കിടന്ന് മുളച്ചതാണ്. ഒരു തേങ്ങ മുളയ്ക്കണമെങ്കിൽ ഏകദേശം ഒരു 5 തൊട്ട് 6 മാസം വരെ വേണ്ടി വരും. അപ്പം ഇങ്ങനെ തേങ്ങ മുളച്ച് അതിനുള്ളിൽ പൊങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. ഞാനിത് എങ്ങനെയാണ് പൊങ്ങിയിരിക്കണതെന്ന് കാണിച്ചു തരാം. അതിന് അനുയോജ്യമായ എല്ലാ സാഹചര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ ഒരു തേങ്ങ മുളച്ച് അത് പൊങ്ങായിട്ട് തീരും. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമ്മൾ നടാൻ ഉപയോഗിക്കുന്നത്. ഇതുപോലെ 3-4 ഇലകളൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ തെങ്ങിൻ്റെ നടാനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് നടാനായിട്ട് ഉപയോഗിക്കണ്ട. നമുക്കിത് പൊങ്ങിൻ്റെ ഉപയോഗവും പൊങ്ങിൻ്റെ ഗുണങ്ങളും കാണിച്ചു തരാം. ഇതൊക്കെ പച്ചത്തേങ്ങയാണ് കേട്ടോ. പച്ചത്തേങ്ങയിലൊന്നും ഒരിക്കലും പൊങ്ങുണ്ടാവില്ല. ഇതൊക്കെ മൂക്കാത്ത തേങ്ങകളാണ്. നല്ല മൂത്ത് വിളഞ്ഞ തേങ്ങ മാത്രമാണ് മുളയ്ക്കുള്ളൂ. മുളച്ച തേങ്ങയിലാണ് പൊങ്ങുണ്ടാവുള്ളൂ. പൊങ്ങ് ഭയങ്കര ഇഷ്ടപ്പെടുന്നത്. ഞാൻ എവിടെ ഒരു തേങ്ങ മുളച്ചത് കണ്ടാലും ഞാൻ സാധിക്കുമെങ്കിൽ അത് വീട്ടിൽ കൊണ്ടുവന്ന് വെട്ടി ഞാൻ അതിൻ്റെ പൊങ്ങ് കഴിക്കും. കാരണം എല്ലാവർക്കും ഇഷ്ടമാണ് പൊങ്ങ്. ചിലപ്പോൾ പൊങ്ങിൽ മഴക്കാലമൊക്കെ ആണെങ്കിൽ വെള്ളം കയറിയിട്ട് ഇങ്ങനെ ഇതായിട്ടിരിക്കും. പക്ഷെ മഴയില്ലാത്ത സമയത്തൊക്കെ നല്ല മധുരമായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും. അങ്ങനെ ഈ തേങ്ങയിൽ പൊങ്ങുണ്ട്. നമുക്ക് ഈ തേങ്ങേനെ മണ്ണിൽ നിന്ന് എടുക്കാം. ഇത് നല്ല വേരൊക്കെ പിടിച്ചിരിക്കുന്നതാണ്. അപ്പം ഇത് നമുക്ക് വലിച്ചു നോക്കി കണ്ടോ. ഈ തേങ്ങയിലുള്ള പൊങ്ങിനെ എടുക്കാം. നടാനായിട്ട് ഉപയോഗിക്കാൻ കാരണം നല്ല തെങ്ങിൻ തൈയാണ്. പക്ഷെ ഞാനിത് പൊങ്ങെടുക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് തേങ്ങ പൊളിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ പൊങ്ങെടുക്കാനായിട്ട് നമ്മൾ തേങ്ങേനെ പൊതിച്ചു. ആ തേങ്ങയുടെ മുള അവിടെ നിൽക്കും കേട്ടോ. ഇത് നമുക്കിത് പൊട്ടിച്ച് നോക്കണം. നമ്മൾ പൊങ്ങെടുക്കാൻ പോവാണ്. ഇവിടെ വേറൊരു പാരയുണ്ട് കേട്ടോ. ഇതുണ്ട്. പക്ഷെ ഞാൻ പൊളിച്ചത് ഇത് ഭയങ്കര കുറച്ചും കൂടി ഈസിയാണ്. നമുക്കിങ്ങനെ അറിയാലോ എല്ലാവർക്കും. ഇങ്ങനെ ചെയ്താൽ മതി, പ്രസ് ചെയ്താൽ മതി. പക്ഷെ ഞാൻ ഇതിനകത്താണ് പൊളിച്ചത്. ഇതിങ്ങനെ എന്തെങ്കിലും തേങ്ങ വെക്കും. കാരണം ആരെങ്കിലും ഷാർപ്പായിട്ടുള്ളൊരു ഇതായതുകൊണ്ട് ആരെങ്കിലും വന്ന് വീഴാതിരിക്കാനായിട്ട്. ഓക്കെ, സേഫായി. എപ്പോഴും നമ്മൾ പാര വെക്കുമ്പോൾ ഇങ്ങനെ വെക്കണം. ഒരു മുകളിൽ എന്തെങ്കിലും വെക്കണം. അങ്ങനെ നമ്മൾ തേങ്ങ പൊതിച്ചു. ഇനി നമ്മളിത് പൊട്ടിക്കാൻ പോവാണ് കേട്ടോ. വെള്ളമൊന്നും ഉണ്ടാവില്ല, നിറച്ച് പൊങ്ങായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നിറച്ച് പൊങ്ങ. അങ്ങനെ പതുക്കെ പൊട്ടിക്കണം. കാരണം അത് കണ്ട നിറച്ച് പൊങ്ങാണ് കേട്ടോ. ആഹാ, കണ്ട 2 സൈഡിലും നിറയെ പൊങ്ങുണ്ട്. ഇതാണ്. ഇങ്ങനെ പൊങ്ങൊക്കെ നമ്മുടെ വീട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു പീസ് പോലും കളയരുത്. ഫുള്ള് കഴിക്കണം. കാരണം അത്രയ്ക്കധികം ഗുണങ്ങളുണ്ട് ഈ പൊങ്ങിന്. ഇതിനകത്ത് ഈവൻ ഷുഗർ പേഷ്യൻസിന് പോലും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് പൊങ്ങെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണേലും നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ടും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ടും അതുപോലെ തന്നെ ധാരാളം പ്രോട്ടീൻസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ ധാരാളം ഗുണങ്ങളുണ്ട്. അപ്പോൾ പൊങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ കളയരുത്, ഇതുപോലെ കഴിക്കണം. നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങ മുളച്ചതാണെന്നാൽ പിന്നെ അത് കളഞ്ഞേക്കാമെന്ന് വിചാരിച്ച് കളയരുത്. അത് പൊളിച്ച് ഇതുപോലെ പൊങ്ങ് എടുത്ത് ഉപയോഗിക്കുക. പിന്നെ ഈ പൊങ്ങ് എടുത്ത് കഴിയുമ്പോഴും ഈ തേങ്ങ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ പൊങ്ങ് എടുത്ത് കഴിയുമ്പം ആ തേങ്ങയോട് ചേർന്നിട്ട് ധാരാളം എണ്ണ, നല്ലൊരു വെളിച്ചെണ്ണയുടെ ഒരു കണ്ടൻറ്റ് കാണാം. അതൊക്കെ ഒത്തിരി നല്ലതാണ്, നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ്. അപ്പം ഇതാണ് കോക്കനട്ട് ആപ്പിളിൻ്റെ ഗുണങ്ങൾ. ഇതാണ് സ്പ്രൗട്ടഡ് തേങ്ങ. അതിലുണ്ടാകുന്ന കോക്കനട്ട് ആപ്പിൾ. അതിന് നമ്മൾ കളയരുത്, പരമാവധി ഉപയോഗിക്കുക. നമുക്ക് ഈ കോക്കനട്ട് ആപ്പിൾ ഒന്ന് കഴിച്ചു നോക്കിയാലോ. കണ്ടോ, നല്ല 2 സൈഡും നിറച്ച് ഫില്ലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാം. നമുക്ക് 4 പീസായിട്ട് എടുക്കാം. കണ്ടോ, ഇങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്.
നല്ല മധുരമുണ്ട്. അതുപോലെ ഇതിനകത്ത് കണ്ട എണ്ണ കണ്ട, ഈ എണ്ണ ഇതൊക്കെ മുഖത്ത് തേക്കാനൊക്കെ ഒത്തിരി നല്ലതാണ്, നമ്മുടെ സ്കിന്നിനൊക്കെ ഒത്തിരി നല്ലതാണ്. ഇത് നല്ലൊരു ഈ കോക്കനട്ട് ഈ ഓയിലിനും നല്ലൊരു മധുരമുണ്ട്. അപ്പം ഒന്നും കളയണ്ട. ഒരു തേങ്ങ മുളച്ച ഒരു തേങ്ങ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പൊങ്ങ് കഴിക്കാം, അതിന്റെ ഇവിടുത്തെ ഈ പാട്ടിൽ നമുക്ക് മുഖത്ത് തേക്കാം, പിന്നെ ഇത് നമുക്ക് തേങ്ങയായിട്ട് ഉപയോഗിക്കാം, എല്ലാം നല്ലതാണ്. അപ്പോൾ ഇനി ഒരു പൊങ്ങ് കിട്ടിയാൽ പോലും നിങ്ങൾ കളയരുത്, നമ്മളത് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.